നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദനയെ സ്വന്തം ഭാര്യയായിട്ടാണ് ഞാൻ കാണുന്നത്. അവളുടെ ദിയമോളെ എൻ്റെ സ്വന്തം കുട്ടിയായിട്ട്. എന്നിട്ടും ആ കുഞ്ഞിനെ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ. വന്ദനയെ ഫോണിൽ വിളിച്ച് അന്വേഷണമൊക്കെ മതിയാക്കിയിട്ട് വരാൻ പറയാമേ. പോലീസിൽ പരാതി കൊടുത്തിരിക്കല്ലേ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ അവരന്വേഷിക്കട്ടെ. നമുക്ക് പോയി കിടന്നുറങ്ങാം, വാ. നീ എന്താ പ്രകാശേ പറയുന്നത്? ഈ വീട്ടിലെ കുട്ടിയെ തന്നെയല്ലേ കാണാതായിരിക്കുന്നത്? കഷ്ടം. വന്ദന അങ്ങനെയാണ് പറയുന്നതെന്ന് കരുതി ആ മണ്ടത്തരമ്മ പറയരുത്. എന്താ പ്രകാശേട്ടാ വാക്കുകൾ മാറ്റി മാറ്റി പറയുന്നേ? ഇടയ്ക്ക് കുട്ടിയോട് ഭയങ്കരമായ സ്നേഹം, കുഞ്ഞിനെ കാണാതായതിൽ സങ്കടം. ഇപ്പൊ അതൊക്കെ മാറിയോ? ഏയ്, അതുകൊണ്ടല്ല. പിന്നെ ഇപ്പൊ കുട്ടിയോട് വല്ലാത്ത അകൽച്ചയും വെറുപ്പും വന്നതുപോലെ. മനസ്സിലുള്ള ഇഷ്ടക്കൊതുക്കി എപ്പോഴും പ്രായോഗികമായി ചിന്തിക്കണം. അങ്ങനെ ആവണം മനുഷ്യര്. നിന്റെ മോനെയാണ് കാണാതായതെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നോ? അപ്പോഴും നിന്റെ ചിന്ത ഇങ്ങനെ പ്രായോഗികമായിട്ടിരിക്കോ? എന്റെ മോനെയും വലിഞ്ഞു കയറി വന്ന കുട്ടിയെയും ഒരുപോലെ കാണരുത്. അങ്ങനെ കാണുന്നതാ ഈ വീട്ടിലെ ഏറ്റവും വലിയ കുഴപ്പം. സുയിത്രേ, വാ. നീ പോകുന്നില്ലേ മോളെ? ഇല്ല, പോയാലും ഒരു പോലെ കണ്ണടയ്ക്കാൻ പറ്റില്ല. ദിയമോളെ കുറിച്ച് വിവരം കിട്ടുന്നത് വരെ ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ല. ചിലപ്പോ എനിക്ക് തോന്നും ഞങ്ങൾക്ക് ജനിച്ചത് ആ പോയ പ്രകാശനല്ല, ഈ നിൽക്കുന്ന നീയാണെന്ന്. അമ്മ, ചന്ദ്രു, നല്ല തണുപ്പുണ്ട്. ഇനിയും തണുപ്പുണ്ടാ പ്രശ്നമാവും. പോയി കിടന്നോ. വേണ്ട മാധവേട്ട, എനിക്കൊരു സമാധാനമില്ല. സമയം ഇത്രയായിട്ടും ഒരു വിവരവും ഇല്ലല്ലോ എന്റെ ഈശ്വര. ജഗം പോലും ഒന്നും വിളിക്കുന്നില്ലല്ലോ മാധവേട്ട. അമ്മയ്ക്ക് ഇവിടുന്ന് പോകാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പഴയതുപോലെ തണുപ്പ് കൊള്ളാനുള്ള ആരോഗ്യമൊന്നും അമ്മയ്ക്കില്ല. ഒന്ന് കണ്ണടച്ച് കിടന്ന അന്നേരം ദിയമോളുടെ മുത്തശ്ശി എന്നുള്ള വിളി കേട്ടു തുടങ്ങുന്ന അമ്മ പറയുന്നത്. ദിയമോൾ എന്റെ മുമ്പിലേക്ക് ഉടനെ തന്നെ എത്തിക്കണേ ഭഗവാന്. വിനു, നീയും പോയി കിടക്ക്. അമ്മയുടെ അടുത്ത് ആരുമില്ല. ആ, ചെല്ലു വിനു. ജഗ, എന്താ? വണ്ടി നിർത്തി. ആരാ? അച്ഛന്റെ കോള. ഹലോ. ആ, മോളെ, നീ ഇത് എവിടെയാ? ദിയമോളെ കിട്ടിയോ? കിട്ടിയില്ല അച്ഛാ. അന്വേഷിച്ചോണ്ടിരിക്ക. ദിയമോളെ കിട്ടിയാലൂടെ ഞാൻ വിളിക്കാം. ഈശ്വര, ഈ കുട്ടി ഇതെവിടെ പോയി? ആ മോളെ, നീ സൂക്ഷിക്കണം. പേടിക്കണ്ട അച്ഛാ, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ജഗനുണ്ട്. ആ, അച്ഛ, ജഗൻ ഇതുവരെ പോയിട്ടില്ല. ഞാനിവിടെ സേഫാ. എന്റെ ചേട്ടന്മാരെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അവൻ കൂടെ ഉണ്ടെങ്കിൽ കുട്ടി എവിടെയുണ്ടെന്ന് അവൻ കണ്ടുപിടിക്കും. ആ, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയണേ. വിളിക്കാം. അച്ഛൻ ടെൻഷൻ അടിക്കാതിരിക്ക. ദീമോളെ കണ്ടെത്തിയിട്ടേ ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചു വരും. അച്ഛൻ ഫോൺ വെച്ചോ. ആ, ശരി മോളെ. വന്ദന, വണ്ടി കയറ്. ദിയമോളെ കുറിച്ച് ഇതുവരെ ഒരു അറിവും കിട്ടിയിട്ടില്ല. ഈശ്വര, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആ, ജഗൻ കൂടെ ഉണ്ടല്ലോ.
ജഗൻ കൂടെയുണ്ട്, അതൊരാശ്വാസ. വന്ദനയെ സ്വന്തം ഭാര്യയായിട്ടാണ് ഞാൻ കാണുന്നത്. അവളുടെ ദിയമോളെ എൻ്റെ സ്വന്തം കുട്ടിയായിട്ട്. എന്നിട്ടും ആ കുഞ്ഞിനെ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ. എന്റെ മോളെ ആരായിരിക്കും തട്ടിക്കൊണ്ടു പോയത്? വിക്രമിന്റെ എസ്റ്റേറ്റിലൊന്നും അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിക്രമായിരിക്കും അവളെ തട്ടിക്കൊണ്ടു പോയതെന്നാ ഇതുവരെ സംശയിച്ചത്. വിക്രമല്ല അത് ചെയ്തതെങ്കിൽ പിന്നെ അത് ആരായിരിക്കും? വർഷയുടെ കല്യാണ സമയത്ത് ഗുണ്ടകൾ എന്നെ തട്ടിക്കൊണ്ടു പോയല്ലോ. അന്ന് ജഗനാണ് തട്ടിക്കൊണ്ടു പോയത്. അതെ, ജഗൻ തന്നെയാണ് അത് ചെയ്തത്. കണ്ണുകൾ കള്ളം പറയില്ലല്ലോ. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്താൻ. എന്താ വന്ദന? എന്താ വന്ദനെ? എവിടെ എവിടെയാ എന്റെ കുഞ്ഞ്? നിങ്ങൾ എവിടെയാ അവളെ ഒളിപ്പിച്ചിരിക്കുന്നത്? അത് കൊള്ളാം. കുഞ്ഞിനെ അന്വേഷിച്ചല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വന്ദനയ്ക്ക് എന്താ ഓർക്കാപ്പുറത്തൊരു ഭാവമാറ്റം? ആത്മാർത്ഥമായിട്ട് ഒരുമിച്ച് നിന്ന് എന്നെ പെട്ടെന്ന് ശത്രുവായിട്ട് കാണാൻ കാരണം ഉണ്ടെന്ന് കൂട്ടിക്കോ. വന്ദനെ, പല പല ഘട്ടങ്ങളിലും ഞാൻ വന്ദനെ സഹായിച്ചിട്ടേ ഉള്ളൂ. ആരൊക്കെയോ ചേർന്ന് അന്ന് വന്ദനയെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോ ഞാനാ രക്ഷപ്പെടുത്തിയത്. മോഷണ കേസിൽ പെടാതെ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഞാൻ തന്നെയല്ലേ? അങ്ങനെ ഞാൻ വന്ദനയ്ക്ക് ഇതുവരെ സഹായങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.